വിഷയത്തിൽ അടുത്ത വലിയ ഏറ്റുമുട്ടലിന് വേദി ഒരുങ്ങുകയാണോ? വനിതാ സംവരണ നിയമം യാഥാർത്ഥ്യമാക്കാൻ ലോക്സഭാ മണ്ഡലങ്ങളുടെ പുനർനിർണയം വീണ്ടും മുന്നോട്ട് കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ ചർച്ചകൾക്ക് പുതിയ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകളെ നിർണ്ണയിക്കുന്ന ഈ വിഷയം തമിഴ്നാട്ടിൽ വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുകയാണ്. വർഷങ്ങളായി ഡീലിമിറ്റേഷനെ ശക്തമായി എതിർത്തിരുന്ന ദ്രാവിഡ മുന്നേറ്റ കഴകം ഇപ്പോൾ ചില വ്യവസ്ഥകളോടെ ബില്ലിനെ പിന്തുണയ്ക്കാൻ തയ്യാറായെന്ന വാർത്തകൾ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. ഈ വിഷയത്തിൽ ഇന്ത്യ ടുഡേ, ഇന്ത്യ TV ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങൾ വിശദമായ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം കേന്ദ്രം ഡീലിമിറ്റേഷൻ ബില്ല് വീണ്ടും അവതരിപ്പിക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കുന്ന സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ രാഷ്ട്രീയ ചർച്ചകൾ ശക്തമായിരിക്കുകയാണ്. എന്നാൽ ബില്ലിനെ പിന്തുണയ്ക്കുമെന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ DMK നേതൃത്വം സ്വന്തം നിലപാട് വിശദീകരിക്കുകയും പാർട്ടി ഡീലിമിറ്റേഷനെ തുടക്കം മുതൽ തന്നെ എതിർത്തിരുന്നുവെന്നും ഭാവിയിലും അതേ നിലപാട് തുടരുമെന്നും പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ വ്യക്തമാക്കുകയും ചെയ്തു. ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ട് പ്രകാരം ഡീലിമിറ്റേഷൻ എന്നത് രാജ്യത്തെ ജനസംഖ്യാ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ലോക്സഭാ മണ്ഡലങ്ങളുടെ അതിർത്തികളും സീറ്റുകളുടെ എണ്ണവും പുനർനിശ്ചയിക്കുന്ന ഭരണഘടനാപരമായ നടപടിക്രമമാണ്. എന്നാൽ സംസ്ഥാനങ്ങൾക്കിടയിലെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 1971 ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ മരവിപ്പിച്ചിരിക്കുകയാണ്. ജനസംഖ്യ നിയന്ത്രണത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനങ്ങൾക്ക് ശിക്ഷ ലഭിക്കാതിരിക്കാനായിരുന്നു ഈ തീരുമാനം. ഈ മരവിപ്പിക്കൽ 2027 വരെ മാത്രമാണ് നിലവിലുള്ളത്. അതിനുശേഷം പുതിയ സെൻസസ് അടിസ്ഥാനമാക്കി സീറ്റുകൾ പുനർവിതരണം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും. കേന്ദ്രം വീണ്ടും പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകളുള്ള നിർദ്ദേശം 2011 സെൻസസ് അടിസ്ഥാനമാക്കി മണ്ഡലങ്ങൾ പുനർനിർണ്ണയിക്കുകയും ലോക്സഭയിലെ അംഗസംഖ്യ നിലവിലെ 543 നിന്ന് ഗണ്യമായി വർദ്ധിപ്പിക്കുകയുമാണ്. വിവിധ റിപ്പോർട്ടുകളിൽ സീറ്റുകളുടെ അന്തിമ എണ്ണം സംബന്ധിച്ച് വ്യത്യസ്ത കണക്കുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും വനിതാ സംവരണ നിയമം പൂർണ്ണമായി നടപ്പിലാക്കുന്നതിന് ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്നാണ് കേന്ദ്രത്തിന്റെ അടിസ്ഥാനവാദം. ഇതിനെതിരെയാണ് തമിഴ്നാടും മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും ശക്തമായി രംഗത്തെത്തുന്നത്. അവരുടെ പ്രധാന ആശങ്ക ജനസംഖ്യ കൂടുതലുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ലോക്സഭാ സീറ്റുകൾ ലഭിക്കുകയും ജനസംഖ്യാ നിയന്ത്രണത്തിൽ വിജയിച്ച ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പാർലമെന്റിലെ പ്രാതിനിധ്യം താരതമ്യേന കുറയുകയും ചെയ്യുമെന്നതാണ്. ഇതോടെ പാർലമെന്റിൽ അവരുടെ രാഷ്ട്രീയ സ്വാധീനം കുറയുമെന്ന ആശങ്ക മാത്രമല്ല, ഭാവിയിൽ കേന്ദ്ര സംസ്ഥാന ധനവിതരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലും പ്രതികൂല ഫലം ഉണ്ടാകാമെന്നാണ് ദക്ഷിണേന്ത്യൻ കക്ഷികളുടെ വിലയിരുത്തൽ. തമിഴ്നാടിന് നിലവിൽ 39 ലോക്സഭാ സീറ്റുകളാണുള്ളത്. നിലവിലെ സംവിധാനത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ സംസ്ഥാനത്തിന് നിർണായക സ്വാധീനമുണ്ട്. എന്നാൽ പുതിയ ഡീലിമിറ്റേഷൻ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ മാത്രം നടപ്പിലാക്കിയാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ ലഭിക്കുകയും തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ ആപേക്ഷിക വിഹിതം കുറയുകയും ചെയ്യുമെന്ന ഭയമാണ് DMK, അണ്ണാ DMK, TVK ഉൾപ്പെടെയുള്ള കക്ഷികൾ ആവർത്തിച്ചുന്നയിക്കുന്നത്. ഇതിനിടെയാണ് DMKയുടെ നിലപാട് സംബന്ധിച്ച പുതിയ ചർച്ചകൾ ആരംഭിച്ചത്. ദേശീയ മാധ്യമമായ ഇന്ത്യ TVയിലെ റിപ്പോർട്ടുകൾ പ്രകാരം പാർട്ടി ചില പ്രധാന വ്യവസ്ഥകൾ കേന്ദ്രം അംഗീകരിച്ചാൽ ബില്ലിനെ പിന്തുണയ്ക്കാൻ തയ്യാറാണെന്ന സൂചനകൾ പുറത്തുവന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലോക്സഭാ സീറ്റുകളുടെ വിതരണം 1971 സെൻസസ് അടിസ്ഥാനത്തിൽ തന്നെ അടുത്ത 25 വർഷത്തേക്ക് തുടരണമെന്ന ആവശ്യമാണ്. ഇതുവഴി ജനസംഖ്യാ നിയന്ത്രണത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനങ്ങൾക്ക് നഷ്ടമുണ്ടാകില്ല എന്നാണ് DMKയുടെ വാദം. രണ്ടാമത്തെ പ്രധാന ആവശ്യം എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേ രീതിയിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കുറഞ്ഞത് 50% വീതം വർദ്ധിപ്പിക്കണം എന്നതാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഏപ്രിൽ മാസത്തിൽ ബിൽ അവതരിപ്പിച്ച സമയത്ത് ഇത്തരമൊരു ഉറപ്പ് വാക്കാൽ നൽകിയിരുന്നുവെന്നാണ് DMK ചൂണ്ടിക്കാണിക്കുന്നത്. മൂന്നാമത്തെ ആവശ്യം പുതിയ ഡീലിമിറ്റേഷന് ശേഷം ഓരോ സംസ്ഥാനത്തിനും എത്ര ലോക്സഭാ സീറ്റുകൾ ലഭിക്കുമെന്നത് വ്യക്തമാക്കുന്ന സമ്പൂർണ്ണ പട്ടിക ബില്ലിനൊപ്പം പ്രസിദ്ധീകരിക്കണം എന്നതാണ്. ഇത്തരമൊരു വ്യക്തത ഇല്ലാതെ ബില്ലിനെ പിന്തുണയ്ക്കാനാവില്ല എന്നതാണ് പാർട്ടിയുടെ നിലപാട്. എന്നാൽ ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ DMK നേതൃത്വം വിശദീകരണവുമായി രംഗത്തെത്തി. ഉദയനിധി സ്റ്റാലിൻ ഇന്ത്യ ടുഡേയോട് പറഞ്ഞത് DMK ഡീലിമിറ്റേഷനെ എപ്പോഴും എതിർത്തിട്ടുണ്ടെന്നും അതേ നിലപാട് തുടരുമെന്നതുമാണ്. ഇതൊരു പുതിയ വിഷയമല്ലെന്നും കേന്ദ്രം ഇപ്പോൾ പുതുതായി അവതരിപ്പിക്കുന്നത് പോലെയാണ് ചിത്രീകരിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. ഇതോടെ വ്യവസ്ഥകളോടെയുള്ള പിന്തുണയെക്കുറിച്ചുള്ള വാർത്തകളും പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടും തമ്മിലുള്ള വ്യത്യാസം രാഷ്ട്രീയ ചർച്ചകൾക്ക് കൂടുതൽ ആക്കം കൂട്ടിയിരിക്കുകയാണ്. രാഷ്ട്രീയ പശ്ചാത്തലവും ഇവിടെ നിർണായകമാണ്. തമിഴ്നാട്ടിൽ കോൺഗ്രസുമായുള്ള ദീർഘകാല സഖ്യം അവസാനിച്ചതിന് ശേഷം DMK ദേശീയ തലത്തിൽ പുതിയ രാഷ്ട്രീയ സാധ്യതകൾ പരിശോധിക്കുകയാണെന്ന വിലയിരുത്തലുകൾ ഉയർന്നിട്ടുണ്ട്. അതിനാൽ ഡീലിമിറ്റേഷൻ ബില്ലിൽ പാർട്ടി മൃദു സമീപനം സ്വീകരിക്കുമോ എന്ന സംശയമാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉന്നയിക്കുന്നത്. എന്നാൽ പാർട്ടി നേതൃത്വം ഔദ്യോഗികമായി അതിനെ നിഷേധിക്കുകയാണ്. ഇതിനിടെ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ഡീലിമിറ്റേഷൻ വിഷയത്തിൽ സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങളുടെ പ്രത്യേക യോഗം വിളിച്ചു ചേർത്തത് ശ്രദ്ധേയമായിട്ടുണ്ട്. രാഷ്ട്രീയ ഭിന്നതകൾ മാറ്റിവെച്ച് എല്ലാ പാർട്ടികളിലെയും MP മാരെ ഒരുമിപ്പിച്ച്
ആരോപിച്ച് വിളിച്ചുകൂട്ടിയ നടപടി തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിൽ പുതിയ മാതൃകയാണെന്നാണ് കോൺഗ്രസിന്റെ എം പി ആയിട്ടുള്ള മാണിക്യൻ ടാഗോർ അഭിപ്രായപ്പെടുന്നത്. ഡൽഹിയിൽ തമിഴ്നാടിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ എല്ലാവരും ഒരേ ശബ്ദത്തിൽ സംസാരിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അതേസമയം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഡീലിമിറ്റേഷൻ ബില്ലിനെതിരെ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിനോട് ബിൽ നിലവിലെ രൂപത്തിൽ പ്രതിപക്ഷത്തിന് അംഗീകരിക്കാനാവില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയതായി റിപ്പോർട്ടുകളുമുണ്ട്. മറുവശത്ത് ഓഗസ്റ്റ് 16 മുതൽ 18 വരെ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ച് ബിൽ അവതരിപ്പിക്കുമെന്ന അഭ്യൂഹങ്ങൾ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു തള്ളിക്കളഞ്ഞിട്ടുമുണ്ട്. നിലവിൽ അത്തരമൊരു നിർദ്ദേശമില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. രാഷ്ട്രീയ ഗണിതവും ഈ വിഷയത്തിൽ നിർണായകമാണ്. ഭരണഘടനാ ഭേദഗതി ആയതിനാൽ ഡീലിമിറ്റേഷൻ ബില്ല് പാസ്സാക്കാൻ 3/2 ഭൂരിപക്ഷം ആവശ്യമാണ്. നിലവിലെ കണക്കുകൾ പ്രകാരം NDAക്ക് മാത്രം ആ സംഖ്യയില്ല. അതിനാൽ DMK, YSRCP, മറ്റ് പ്രാദേശിക കക്ഷികൾ എന്നിവയുടെ പിന്തുണ ബില്ലിന്റെ ഭാവി നിർണ്ണയിക്കുന്ന പ്രധാന ഘടകമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ DMKയുടെ ഓരോ പ്രസ്താവനയും ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ശ്രദ്ധ നേടുകയാണ്. ചുരുക്കത്തിൽ ഡീലിമിറ്റേഷൻ എന്നത് ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന സാങ്കേതിക നടപടിക്രമം മാത്രമല്ല, ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനവും സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ പ്രാതിനിധ്യവും അധികാര സന്തുലനവും നിർണ്ണയിക്കുന്ന അതീവ നിർണായക വിഷയമാണിത്. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ മാത്രം പ്രാതിനിധ്യം നിർണ്ണയിക്കണമോ, അതോ ജനസംഖ്യാ നിയന്ത്രണത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങളും സംരക്ഷിക്കപ്പെടണമോ എന്ന അടിസ്ഥാന ചോദ്യത്തിനാണ് വരും മാസങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയം ഉത്തരം തേടുക. കേന്ദ്രം ബിൽ വീണ്ടും അവതരിപ്പിക്കുമോ? അവതരിപ്പിച്ചാൽ അതിന്റെ അന്തിമ രൂപം എന്തായിരിക്കും? DMK ഉൾപ്പെടെയുള്ള പ്രാദേശിക കക്ഷികൾ അവസാന നിമിഷം എന്ത് നിലപാട് സ്വീകരിക്കും എന്നിവയാണ് ഇനി രാജ്യത്തിന്റെ രാഷ്ട്രീയ ശ്രദ്ധാകേന്ദ്രമായി മാറുക.